അച്ഛൻ്റെ കയ്യിൽ കാശില്ലാത്തോണ്ടായിരിക്കും അച്ഛൻ പോകണ്ടെന്ന് പറഞ്ഞത്. കാശ് ചെലവാക്കാൻ പറ്റുന്നത് സ്നേഹത്തോടെ പറഞ്ഞെന്താ എനിക്ക് മനസ്സിലാവത്തില്ലേ? ഇതൊരു മാതിരി കടിച്ചു കയറാൻ നിൽക്കുവാണ്. വീട്ടിലെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാത്ത മണ്ടിയൊന്നുമല്ല ഞാൻ. പക്ഷെ ഇവിടെ ഇപ്പൊ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ അച്ഛന് കാശ് ചെലവാക്കാൻ വയ്യ, അല്ലെങ്കിൽ നാട്ടുകാർക്കൊക്കെ കൊടുക്കും കേട്ടോ. പണ്ടേ ഞാൻ ഇതുപോലെ ടൂർ പോകുന്ന സമയത്തും ഏകദേശമൊക്കെ ഇതുപോലെ തന്നെയായിരുന്നു. പിന്നെ ക്ലാസ്സിലെ പിള്ളേർ ഷെയർ ഇട്ട എന്നെ കൊണ്ടുപോയത്. അത് അവരുടെ സ്നേഹം. ആ സമയത്ത് ഞാൻ അനുഭവിച്ചൊരു നാണക്കേടുണ്ടായിരുന്നു ടീച്ചേഴ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ. ഇതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവത്തില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് എന്ത് പറയും? കാശില്ലാന്ന് പറയണം. കാശില്ലാത്തവൻ കാശില്ലാത്ത പറയുന്നതിന് എന്താ കുഴപ്പം? പക്ഷെ ഞാനത് പോകണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചാ ചേട്ടാ. പണ്ട് കൊച്ചിലെ ഗുരുവായൂർ പോയതാണ് എനിക്ക് ഓർമ്മയുള്ളത്. അതിനുശേഷം എപ്പോഴും നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട് അച്ഛൻ. അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി കാശില്ല, അച്ഛൻ്റെ കയ്യിൽ കാശില്ല. എടി, ഞാൻ ആണാണെന്ന് കരുതി എവിടെയും പോവാന്നാണോ നിന്റെ വിചാരം? എടി, കൂട്ടുകാരുടെ കൂടെ വെറുതെ ഒന്ന് പുറത്തിറങ്ങി പോലും പക്ഷെ കാശ് വേണം. ഫുഡിന്, ഡീസലിനും ഇതിനെല്ലാം ഷെയർ ഇടേണ്ടി വരും. പിന്നെ കുറേ പ്രാവശ്യമൊക്കെ അവർ നമ്മളെ കൊണ്ടുപോകും. പിന്നെ അത് അവർക്കൊരു ബേഡനാവും. നമ്മുടെ ബുദ്ധിമുട്ട് അവരറിയേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിലും ചേട്ടാ, അമ്മ അച്ഛൻ ഞങ്ങളെ ബാധ്യത തീർക്കാൻ വേണ്ടി അവർ എന്തൊക്കെയോ ചെയ്യുകയാണ്. പിന്നെ നമ്മളെ സ്നേഹങ്ങളും ഇഷ്ടങ്ങളൊന്നും അവർക്കറിയണ്ട. നീ സമാധാനപ്പെടും. ഇതൊക്കെ നമ്മുടെ വിധിയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ നമ്മൾ വന്ന് ജനിക്കുമോ?